റീസെൻ്റായിട്ട് നമ്മൾ ഓൺലൈൻ MBAസിനെ കുറിച്ച് കുറച്ചധികം സംസാരിക്കുന്നുണ്ട്. സോ അങ്ങനെ ചോദിച്ചപ്പോൾ സബ്സ്ക്രൈബർ ചോദിച്ചതാണ്, ഒരു രണ്ട് മൂന്ന് ഐറ്റം ഓൺലൈൻ MBAസിനെ കുറിച്ച് ഒന്ന് കമ്പയർ ചെയ്ത് തരുമോ, എങ്ങനെയാണ് ഏതാണ് ഏറ്റവും ബെറ്റർ എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച കുറച്ച് നല്ല ഓൺലൈൻ MBAs ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2-3 ഇനി നമ്മൾ കോളേജ് വിദ്യ എന്ന് പറഞ്ഞ സൈറ്റിലൂടെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സിൻ്റെ ഓൺലൈൻ MBAs നമ്മൾ ടോട്ടലി ഒന്ന് കമ്പയർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാൻ പോവാണ്. സോ മൈ നെയിം ഇസ് ആരിഫ് ഉള്ളാട്ട്, വെൽക്കം ടു അനദർ സെഷൻ. സോ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ കോളേജ് വിദ്യയുടെ സൈറ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ collegevidya.com ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഹോം പേജിലോട്ട് എത്തും. എന്നിട്ട് നിങ്ങൾ ഓൺലൈൻ MBA എന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് എത്തുക. കുറേ ഓൺലൈൻ MBAs ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജനറലി ഓൺലൈൻ MBAസിൽ പ്ലേസ്മെന്റ് സപ്പോർട്ട് കിട്ടാറില്ല. പക്ഷേ കോളേജ് വിദ്യയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്താൽ 5700 അടുത്തുള്ള പ്ലേസ്മെന്റ് സപ്പോർട്ട് അവർ ഫ്രീ ആയിട്ട് തരും. അങ്ങനെ ഒരു പ്രോയും കൂടി കോളേജ് വിദ്യയുടെ കയ്യിലുണ്ട്. മൊത്തത്തിൽ കോളേജ് വിദ്യ ടോട്ടലി ഫ്രീ. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക ഒക്കെ നോക്കുന്നത് കോളേജ് വിദ്യയിൽ ടോട്ടലി ഫ്രീ ആണ്. പിന്നെ പ്ലേസ്മെന്റ് സപ്പോർട്ട് മെയിൻ ആയിട്ട് കിട്ടും. 5000-6000 പേരുന്ന പ്ലേസ്മെന്റ് സപ്പോർട്ട് കിട്ടും. ദാറ്റ്സ് ദ ബെസ്റ്റ്. അപ്പോൾ നമ്മളൊരു 3 ഐറ്റം നല്ല ഓൺലൈൻ MBAs സെലക്ട് ചെയ്യുമ്പോൾ ഉള്ളതിൽ ഇവിടെ ഉള്ളത് മണിപ്പാൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ റേറ്റിംഗ് 4.3 ആണുള്ളത്. 47% സ്റ്റുഡൻറ്റ് ചോയ്സ് ഉണ്ട്. നമ്മൾ ആദ്യം ആഡ് ടു കമ്പയർ എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു പ്രൈവറ്റായി അമിറ്റി ഒരു സിമിലർ കൈൻഡ് ഓഫ് മണിപ്പാൽ പോലത്തെ പ്രൈവറ്റാണ്. അമൃതയും സെയിം ആണ് ഓൾമോസ്റ്റ്. ഇനി IIM ബ്രാഞ്ചിൻ്റെ ഓൺലൈൻ MBA ഉണ്ട്, അതും നമ്മളിവിടെ ആഡ് ചെയ്ത് നോക്കാം. അതൊരു വെറൈറ്റിയാണ്. ഇനി ലാസ്റ്റ് വൺ നമ്മൾ LPUം പ്രൈവറ്റാണ്, പിന്നെ ജെയിനും പ്രൈവറ്റാണ്. അപ്പോൾ അതൊക്കെ ഒരു ഗണത്തിൽ പെടുന്നതാണ്. പിന്നെ ഷൂലിനി യൂണിവേഴ്സിറ്റി ഇതൊന്നും കേട്ടിട്ടും കൂടിയില്ല. ഇതിലൊന്നും പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ് എന്നൊക്കെ കാണുന്നുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇതാണ് അപ്ഗ്രേഡിൻ്റെ MBA. ഇത് 3 കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളൊരു കമ്പാരിസൺ നടത്താൻ പോകുന്നത്. സോ നമ്മളിവിടെ ഏതൊക്കെ ആഡ് മണിപ്പാൽ, IIM, അപ്ഗ്രേഡിനെ അവിടെ ആഡ് ചെയ്യാൻ മെയിൻ കാരണമുണ്ട്. കാരണം റീസെൻ്റ്ലി ഭയങ്കരമായിട്ട് ഫേമസ് ആയി വന്ന ഒരു ഇതാണ് ഫോറിൻ കോളേജസുകളിൽ MBA ഇവിടുന്ന് ഓൺലൈനായി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. സോ ലോഡിങ്. സോ ഫസ്റ്റ് ഞാൻ അപ്ഗ്രേഡ് വെച്ച് പറയാം. അപ്ഗ്രേഡിനെ പറ്റി പറയുമ്പോൾ അപ്ഗ്രേഡ് MBAയിൽ നമ്മൾ ചെയ്യാൻ പോയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഗ്രേഡിൻ്റെ MBA അത്ര വാലിഡ് അല്ല. പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിനി ഭാവിയിൽ ഒരു ഫ്യൂച്ചർ ഒരു MBA ഒരു PhDക്ക് പോകുമെന്ന് വിചാരിച്ചോ. PhDക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഈ MBA ഓൺലൈൻ MBA കണക്കിലെടുക്കില്ല. കാരണം PhDക്ക് ഫോറിൻ അതിപ്പോൾ ഇവിടുത്തെ PhDക്ക് പോകുന്നത് പ്രോപ്പർ ഒരു ഡിഗ്രി മാസ്റ്റേഴ്സ് എന്നുള്ള ലെവലിലൂടെ പോയേ പറ്റൂ, എന്നാലേ അത് കിട്ടുള്ളൂ. ദാറ്റ്സ് എ പ്രോബ്ലം വിത്ത് അപ്ഗ്രേഡ്. സോ അപ്ഗ്രേഡിൻ്റെ MBA നല്ലതാണ്, പക്ഷെ ചെയ്യാൻ നിൽക്കരുത്, കാരണം പണി കിട്ടും ഭാവിയിൽ. സോ നമ്മൾ ഫസ്റ്റ് ഒരു ജനറൽ വ്യൂ പോയിന്റ് തന്നെയാണ് IIM ടാഗിലാണ് എപ്പോഴും ബെറ്റർ പ്രൈവറ്റ് കോളേജസിനേക്കാളും. ദാറ്റ്സ് ഫസ്റ്റ് പോയിന്റ്. അപ്ഗ്രേഡ് ഇപ്പോൾ ചെയ്യാൻ നിൽക്കരുത്, കാരണം ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങൾ ക്ലിയർ അല്ല. എങ്ങനെയാണ് ഇതിന് ഗ്രോത്ത് ഉണ്ടായി, ഒരു പ്ലേസ്മെൻ്റ് ഒക്കെ തരും എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ പ്ലേസ്മെൻറ്റിൽ അപ്ഗ്രേഡിൽ വിശ്വസിക്കുക. മണിപ്പാലിന് ഒരിക്കലും വിശ്വസിക്കാനും പറ്റില്ല. ദാറ്റ്സ് വൺ തിങ്. IIMസിൻ്റെ പ്ലേസ്മെൻറ്റ് ഓൺലൈൻ ഡിഗ്രീസിൽ മേജർലി അവർ പ്ലേസ്മെൻറ്റ് പറയുന്നുണ്ടെങ്കിൽ അതിലൊന്നും നമ്മൾ കൂടുതൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല. കിട്ടാൻ ഭയങ്കര ചാൻസ് കുറവാണ്. പിന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ നോക്കാം എങ്ങനത്തെ സർട്ടിഫിക്കറ്റാണ്. മണിപ്പാലിലാണെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് എഴുതിയിട്ടുണ്ടാവും. IIMലാണെങ്കിൽ ഓൺലൈൻ പരിപാടി എഴുതിയിട്ടില്ല. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം പോലെയാണ് IIMൽ കൊടുക്കുന്നത്. അതൊരു നല്ല പോയിൻ്റാണ്. ഓൺലൈൻ എഴുതിയ കുറച്ച് വാല്യൂ കുറയുന്ന പോലെ ഉണ്ട്. പിന്നെ IIM ടാഗ് ഉണ്ടാകുമ്പോൾ നമുക്ക് അലുമിനി വെച്ച് കളിക്കാം. ഫീ പറയുകയാണെങ്കിൽ 1.7 lakh ഫുള്ള്. ഇത് 2 lakhൻ്റെ അടുത്ത് ഒരു സെമ്മെന്ന് കാണിക്കുന്നത് വെച്ചാൽ പ്രൈസ് കുറഞ്ഞതായി കാണിക്കാൻ വേണ്ടിയാണ്. അപ്ഗ്രേഡ് ആണെങ്കിൽ 1.5 lakh ഫുള്ള്. അപ്പോൾ അതിലൊരു ഡൗട്ടാണ്, അപ്ഗ്രേഡ് പോലത്തെ സെറ്റപ്പ് ഇത്ര വില കുറച്ച് തരാമെന്ന് പറഞ്ഞാൽ അതും ഒരു ഡൗട്ടാണ്. അപ്രൂവൽസൊക്കെ ഓവറോൾ ഉണ്ട്. ക്രെഡിറ്റ് പോയിൻറ്റ്സ് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പക്ഷേ ഓൺലൈൻ കാര്യങ്ങളിൽ ക്രെഡിറ്റ് പോയിൻറ്റ്സ് നോക്കിയിട്ട് കാര്യമില്ല. ഈ ഓൺലൈൻ MBA കൊണ്ട് നിങ്ങൾക്ക് PhDക്ക് പോകാൻ പറ്റുമെന്ന് ഡൗട്ടാണ്. അപ്ഗ്രേഡ് കൊണ്ട് എന്തായാലും പോകാൻ പറ്റില്ല. ക്രെഡിറ്റ് പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് മണിപ്പാൽ ചാൻസ് ഉണ്ടാവും. എലിജിബിലിറ്റി ഗ്രാജുവേറ്റ്സ്, ഡിപ്ലോമ ഹോൾഡേഴ്സ്, ഗ്രാജുവേറ്റ് പെർസെൻറ്റേജ് ഉണ്ട്, വർക്ക് എക്സ്പീരിയൻസ് റിക്വയർഡ്. അതാണ് മെയിൻ സംഭവം. ഈ IIMൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെടുക്കൂല. അതുകൊണ്ട് നമുക്ക് നല്ലൊരു വാല്യൂ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ സിലബസും കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. അടുത്ത പേജിലോട്ട് പോയി അത് നിങ്ങൾ കറക്റ്റായി നോക്കി മനസ്സിലാക്കിയാൽ മതി. പ്രൊഫസേഴ്സ് ആരൊക്കെയാണ് നിങ്ങൾക്ക് ആക്ച്വലി നോക്കുന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി. അപ്ഗ്രേഡിൻ്റെ സിലബസ് പോലും ഇതിലില്ല. പ്ലേസ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതി ഈ MNCs വരുന്നുണ്ട്. ICICI ബാങ്ക്, ആക്സെഞ്ചർ, ആമസോൺ. ഇവിടെയാണെങ്കിൽ ടെക് കമ്പനീസാണ് കൂടുതൽ വരുന്നത്. മണിപ്പാലിൽ ടെക്നിക്കലി മണിപ്പാലിന് പ്ലേസ്മെൻറ്റ് കിട്ടുന്നതായി കേട്ടിട്ടുണ്ട്, പക്ഷേ എത്രത്തോളം ബെറ്ററാണെന്ന് അറിയില്ല.
പിന്നെ ഡ്യൂറേഷൻ 12 months ആണ്. ഏത് IIMൻ്റെ 12 months MBA ആണ്. ബാക്കിയൊക്കെ ഇത് എക്സിക്യൂട്ടീവ് MBA എന്ന് പറഞ്ഞാൽ 15 months, ഇത് 2 years. എഡ്യൂക്കേഷൻ മോഡൊക്കെ ഓൺലൈനാണ്, എക്സാമിനേഷൻ ഓൺലൈനാണ്. എക്സാം പാറ്റേൺ മണിപ്പാലിൻ്റെ അവൈലബിൾ ആണ്. ലേണിംഗ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് IIMസിലില്ല. പക്ഷേ നിങ്ങളുടെ ഈ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് മണിപ്പാലിലുണ്ടെങ്കിലും മണിപ്പാലിനേക്കാളും ബെറ്റർ ആയിട്ടൊരു പ്ലേസ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും IIMസിൽ കയറിയല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നെറ്റ്വർക്ക് പൂൾ നിങ്ങൾക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റും. നെറ്റ്വർക്ക് പൂൾ ഇൻ ദ സെൻസ് നിങ്ങൾ അവിടെ പഠിച്ചവരെ മെസ്സേജ് അയക്കുക, വല്ല റെഫറലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് കിട്ടാൻ അതാണ് ഏറ്റവും ബെറ്റർ ആയി ചാൻസ്. കാരണം ബെറ്റർ ക്രൗഡിൽ എത്തിപ്പെട്ടാലാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ സാറ്റിസ്ഫൈഡ് സ്റ്റുഡൻസ് 90%, 93%. മണിപ്പാലിൽ അത്ര സാറ്റിസ്ഫൈഡ് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നാക് സ്കോർ IIMൻ്റെ നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഇല്ല എന്നാണ് കാണുന്നത്. NIRF റാങ്കിങ് 24 ആണ്. പിന്നെ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള വീഡിയോ സെഷൻസ് ഓൾറെഡി ഇതിലുണ്ട്. സോ നിങ്ങൾക്ക് ഈ കോളേജ് വിദ്യാ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം വാല്യുവബിൾ ഇത് കിട്ടും. EMI ഫെസിലിറ്റി എല്ലായിടത്തും അവൈലബിൾ ആണ്, ലോൺ പാർട്ട്നേഴ്സ് അത് ഇത്. പിന്നെ ഇവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ഗൈഡൻസും കിട്ടും. അതായത് അപ്ലൈ ചെയ്ത് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു തരും ഏതാണ് നിങ്ങളുടെ കരിയറിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം. സോ നമ്മളിവിടെ ഓൾറെഡി 3 types ഓഫ് ഡിഫറെൻറ്റ് MBA ഓൾറെഡി ക്ലീൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഇതിൽ ഇൻപുട്ട് എന്ന ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IIM ടാഗ് ആണ് എപ്പോഴും ബെറ്റർ. പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ പഠിക്കുന്ന നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ പേരൊന്നും ഉപയോഗിക്കാം, ബ്രാൻഡ് വാല്യൂ ഉപയോഗിക്കാം. 1. 2, അവിടെ പഠിച്ചവർക്ക് നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങളുടെ കമ്പനിയിൽ വല്ല ഓപ്പണിംഗ് ഉണ്ടോ, ഞാനിങ്ങനെ പഠിച്ചതാണ്, എനിക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. 3rd പോയിന്റ് IIM ടാഗിനെ പറ്റി പറയാനുള്ളത് അവിടെ വർക്ക് എക്സ്പീരിയൻസ് മസ്റ്റാണ്. മണിപ്പാലിൽ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആർക്കും പോയി ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പ്ലേസ്മെൻറ്റ് റെക്കോർഡ് അത്ര നല്ലതായിക്കൊള്ളുന്നില്ല. സോ വർക്ക് എക്സ്പീരിയൻസ് വെച്ച് നിങ്ങളൊരു ഓൺലൈൻ MBAക്ക് പോകണേ IIM ടാഗ് തന്നെ എടുക്കാൻ നോക്കുക. അപ്ഗ്രേഡിൽ ഇപ്പോൾ പോകാൻ നിൽക്കരുത്. ഭയങ്കര ഫാസിനേറ്റിംഗ് സ്റ്റോറീസാണ് അതിനെക്കുറിച്ച് കേൾക്കുന്നത്. ബട്ട് സ്റ്റിൽ കുറച്ച് റിയൽ കണക്ഷൻസിന് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്ഗ്രേഡിൽ രക്ഷപ്പെടാത്തവരും കിട്ടിയിട്ടില്ല. അതാണ് ഓണസ്റ്റ് ഫാക്ടർ. സോ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പ്സിലേക്കും എല്ലായിടത്തും ഷെയർ ചെയ്യുക. കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ എല്ലാവർക്കും കിട്ടണം, എന്നാലേ കാശ് വേസ്റ്റ് ആവാതെ ഏറ്റവും നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ ഇൻ അനദർ വീഡിയോ.